കേർഡിൽ ഈ ഒനിയൻ ഇട്ടിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, നമ്മൾ സാലഡ് ചള്ളാസ് എന്നൊക്കെ പറയണ ആ ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ആയുർവേദത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചിട്ട് ഒരു നിഘണ്ടുവിലും ഒന്നിലും ഈ ഒരു പ്രിപ്പറേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. അതായത് ഉള്ളിയും തൈരും കൂടി എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഗുണങ്ങളോ ദോഷങ്ങളോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ഈ ഉള്ളിയും തൈരും ഉള്ള കോമ്പിനേഷൻ ഡെയിലി കഴിക്കുന്നത് നല്ലതല്ല എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പം ആയുർവേദ ഡോക്ടേഴ്സ് എല്ലാം ചെയ്തു പോകുന്ന ഒരു കാര്യം. അതായത് ഇപ്പോൾ ഉള്ളിയുടെയും തൈരിൻ്റെയും ഗുണങ്ങൾ പറഞ്ഞുതരാം, പ്രോപ്പർട്ടീസ് എല്ലാം അറിയുന്നത് പോലെ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് നമുക്ക് ഉള്ളിയുടെ കാര്യം എടുക്കാം. ഉള്ളി നമ്മൾ സാൻസ്ക്രിറ്റിൽ പലാണ്ടു എന്നാണ് പറയുക. അലിയം സെപ്റ്റ എന്നുള്ള സയൻറ്റിഫിക് നെയിമിൽ അറിയപ്പെടുന്ന സാധനമാണ്. അതിൽ ചെറിയ ഉള്ളിയും ഉണ്ട്, വലിയ ഉള്ളിയും ഉണ്ട്. നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇപ്പം നമ്മൾ പ്രോപ്പർട്ടീസ് പറയും, രാജസിക ഗുണം, താമസിക ഗുണം, സത്വഗുണം, ഇങ്ങനെ 3 ഗുണങ്ങൾ പറയുന്നുണ്ട്. സത്വ, രജ, തമോ ഗുണങ്ങൾ. അതിൽ ശരിക്കും ഈ ഒനിയൻ എന്ന് പറയുന്ന സാധനം തമോ ഗുണപ്രധാനമായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ആക്ച്വലി. അതായത് താമസിക ഗുണങ്ങൾ അതിൽ കുറേ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ഈ താമസിക ഗുണ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യിക്കുന്ന, അതായത് വർദ്ധിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ഫുഡാണ് ഒനിയൻ. അത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കാരണം നമ്മൾ ഈ സ്പിരിച്വൽ സൈഡിലോട്ട് ചിന്തിക്കുന്ന ആൾക്കാർ, ബ്രാഹ്മിൺസ്, പൂജ ചെയ്യുന്ന ആൾക്കാർ, ഇവരൊന്നും സാധാരണഗതിയിൽ ഈ ഒനിയൻ കൺസ്യൂം ചെയ്യാറില്ല. നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും ബ്രാഹ്മിൺസ് ഈ ഒനിയൻ കൺസ്യൂം ചെയ്യില്ല പൊതുവെ. പിന്നെ ഇതിന് യവനേഷ്ട എന്ന് പറഞ്ഞിട്ടൊരു കുറേ സിനോണിംസ് പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ യവനേഷ്ട എന്ന് പറഞ്ഞിട്ടൊരു സിനോണിം എടുത്തു പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഫുഡ് ഐറ്റത്തിനെ യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാർക്ക്, യൂറോപ്യൻസിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, അവരുടെ മെയിൻ ഫുഡ് ഐറ്റത്തിലേക്ക് വരുന്ന സാധനമാണ് എന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. പിന്നെ കാൽഷ്യം, അയൺ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ B1, ഇത്രയും സാധനങ്ങളുടെ റിച്ച് ആയിട്ടുള്ള കലവറിയാണ് ഒനിയൻ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു സാധനമുണ്ട്. ഇത് ഒരു വളറ്റൈൽ ഓയിൽ കണ്ടന്റ് ഉള്ള സാധനമാണ്. നമുക്കറിയാം, നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ണിലേക്ക് നീര് വരും, അതിന് പെർട്ടിക്കുലർ സ്മെല്ലുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വളറ്റൈൽ ഓയിലിൻ്റെ ഒരു കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. ഈ വളറ്റൈൽ ഓയിലിൽ കുറേ കണ്ടന്റ് ഉണ്ട്, പക്ഷെ അതിൽ മെയിൻ കണ്ടന്റ് സൾഫറാണ്. ഈ സൾഫർ മെയിൻ കണ്ടന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ്, വൈറ്റമിൻ ഇൻ്റെയും സൾഫറിൻ്റെയും കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ഇത് ഈ സൗന്ദര്യവർദ്ധകമായിട്ട് കൂടി യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി മുടി വളരാനായിട്ട് നമ്മൾ ഉള്ളിയുടെ നീര്, അത് ആക്ച്വലി ഒരു യൂട്യൂബ് വൈദ്യമൊന്നും അല്ല, അത് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഉള്ളിയുടെ നീര് ശരിക്കും ഒരു ഹാഫ് ആൻ അവറൊക്കെ നമ്മൾ തലയിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മുടി വളരും, ശരിക്കും നീളം വയ്ക്കും, കൊഴിഞ്ഞ മുടിയൊക്കെ വരും. പക്ഷെ അത് നമ്മൾ റെഗുലർ യൂസിനായിട്ട് പറയണില്ല. അതൊരു സ്പെഷ്യൽ കണ്ടീഷനിലാണ് നമ്മളിത് പറയാറുള്ളത്. അലോപേഷ്യ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കണ്ടീഷനിലാണ്. അലോപേഷ്യൻ്റെ തന്നെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്, അതിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റീസ് പറയുമ്പോൾ ശരിക്കും ഇത് ഇമ്മ്യൂണിറ്റിയൊക്കെ കൂട്ടും, ഡൈജഷൻ കൂട്ടും, ഹെയർ ഗ്രോത്ത് കൂട്ടും. പിന്നെ നമ്മളതിൻ്റെ ഈ രസഗുണവീര്യ വിഭാഗം എന്ന് പറയും. നമ്മൾ ഏത് ഡ്രഗ് എടുത്താലും, ഏതൊരു ഫുഡ് ഐറ്റം ആണെങ്കിലോ ഡ്രഗ് ആണെങ്കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രസഗുണവീര്യ വിഭാഗത്തിലാണ് ആ ഡ്രഗ് ഏത് ടൈപ്പ് ഓഫ് സ്വഭാവം കാണിക്കുന്നു എന്ന് പറയുന്നത്. അതിൽ ഇതിൻ്റെ രസം എന്ന് പറയുന്നത് മധുര കടുവാണ്. അതായത് കുറച്ച് മധുരവും കുറച്ച് എരിവും ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ടേസ്റ്റാണ് ഇതിന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റീസ്: ഗുരു, സ്നിഗ്ധ, തീക്ഷ്ണം. അതിൻ്റെ പൊട്ടൻസിയൊക്കെ കൂടുതലായിരിക്കും. ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെവിയാണ്, നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും, കുറച്ച് ഹെവിയാണ്. സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ കുറച്ച് വഴുവഴുപ്പുള്ളത് എന്ന് പറയാം. പിന്നെ ഉള്ളതാണ് വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കഴിച്ചിട്ട് അത് ദഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ അതിന് രസം വരുന്നത്, അതാണ് വിഭാഗം എന്ന് പറയുന്നത്. അത് ഉള്ളിക്ക് മധുര വിഭാഗമാണ്. പിന്നെ ഇതിൻ്റെ വീര്യം, ഒരു ഡ്രഗിൻ്റെ വീര്യം അനുസരിച്ചിട്ടാണ് നമ്മളത് ചൂടാണോ തണുപ്പാണോ എന്നെല്ലാം പറയുന്നത്. അതായത് നമുക്ക് ഒരു സാധനം റോ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം തൊട്ട് നോക്കിയിട്ട് നമുക്കതിൻ്റെ മനസ്സിലാക്കാൻ പറ്റില്ല, അത് ചൂടാണോ തണുപ്പാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമ്മളത് കഴിച്ച് കഴിഞ്ഞിട്ട് അതിനൊരു വീര്യം എന്ന് പറയുന്ന സാധനമുണ്ട്, പൊട്ടൻസിയാണത്. ആ വീര്യത്തിലാണ് നമ്മൾ ചൂടാണോ തണുപ്പാണോ എന്ന് പറയുക. അങ്ങനെ പറയുന്നതിൽ ഉള്ളി അനുഷ്ണം എന്നാണ് പറയുന്നത്. അതായത് ചൂടുമല്ല തണുപ്പുമല്ലാത്തൊരു കണ്ടീഷനിലുള്ള സാധനമാണ് ഈ ഉള്ളി എന്ന് പറയുന്നത്. ചൂടും അല്ല തണുപ്പും അല്ലാത്ത കാര്യമാണ്. ഇതിൻ്റെ വിഭാഗം മധുരം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കഫദോഷത്തിനെ, വാതപിത്ത കഫത്തിൽ കഫദോഷത്തിനെ വർദ്ധിപ്പിക്കും. പിന്നെ ഇതിന് വേറൊരു പ്രോപ്പർട്ടി എടുത്തു പറയുന്നുണ്ട്. അതായത് വീര്യകര എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടീനെ നമ്മളത് എടുത്തു പറയുന്നുണ്ട്. അതായത് ഈ സ്പേമിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂട്ടാനായിട്ട്
ഉള്ളി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഉള്ളിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഉള്ളി ചൂടായിട്ടുള്ളൊരു സാധനമല്ല, ഉള്ളി തണുപ്പുമല്ല ചൂടുമല്ലാത്ത ഒരു സാധനമാണ്. ഓക്കെ, ഇനി നമുക്ക് തൈരിനെ കുറിച്ചിട്ട് പറയാം. തൈര് പല ടൈപ്പ് തൈരുകളുണ്ട്. നമുക്ക് തൈര് എന്ന് പറയുന്നത് ഒരൊറ്റ സാധനമായിട്ട് ആയുർവേദത്തിൽ പറയണില്ല. അതേപോലെ പല മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന തൈരിനും പല ക്വാളിറ്റിയാണ് പറയുന്നത്. അത് ഇപ്പം പശുവിൻ്റെ അല്ല, നമ്മൾ ആടിൻ്റെ എടുക്കുകയാണെങ്കിൽ ആടിൻ്റെ പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന തൈരാണെങ്കിൽ അത് ത്രിദോഷ ശമനമാണ്. പിന്നെ റെസ്പിറേറ്ററി ഡിസീസസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. തൈര് പൊതുവേ നമ്മൾ റെസ്പിറേറ്ററി ഡിസീസസിൽ യൂസ് ചെയ്യില്ല. പക്ഷെ ആടിൻ്റെ പാലിൽ നിന്നുണ്ടാക്കുന്ന തൈരിന് നമുക്ക് ഈ ഒരു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഡൈജഷൻ പവർ എല്ലാം ഇൻക്രീസ് ചെയ്യിക്കും. അതേപോലെ ബഫല്ലോ എരുമയിൽ നിന്നുണ്ടാക്കുന്നതാണെങ്കിൽ അതും കഫത്തിനെ കൂട്ടും, പക്ഷെ വാതപിത്തങ്ങളെ കുറയ്ക്കും എന്നുള്ളത് സ്പെഷ്യലി എടുത്ത് പറയുന്നുണ്ട്. പിന്നെ അതിനൊരു രസായന പ്രോപ്പർട്ടിയും പറയുന്നുണ്ട്, വാജീകരണ പ്രോപ്പർട്ടിയും പറയുന്നുണ്ട്, രസായന പ്രോപ്പർട്ടിയും പറയുന്നുണ്ട്. പക്ഷേ രസായനമാണ് എടുത്ത് പറയുന്ന ഒരു സാധനം. അത് എരുമപ്പാലിൽ നിന്ന് ഉണ്ടാക്കുന്നത്. എരുമപ്പാലിനും ആ ഒരു ക്വാളിറ്റി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നത് പശുവിൻ്റെതൊക്കെ നമുക്ക് സാധാ തൈരിലേക്ക് തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്. അത് തൈരിൻ്റെ തന്നെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഫാറ്റ് ഫ്രീ മിൽക്ക് എന്ന് ഉണ്ടാക്കില്ലേ, നമ്മൾ ഈ കംപ്ലീറ്റ് ആയിട്ട് ഫാറ്റ് മാറ്റിയതിന് ശേഷം തൈര് ഉണ്ടാക്കും. അത് അത്ര കട്ടിയുള്ള തൈരായിരിക്കില്ല, അത് ഭയങ്കര ലൂസായിരിക്കും. അതൊരു നാച്ചുറൽ കൂളൻ്റ് ആയിട്ടും ടേസ്റ്റിനെ വർദ്ധിപ്പിക്കുന്നതൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൈര് പുളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാം നമുക്ക്. അതായത് പാലൊഴിച്ച് ഈ തൈര് ആയ ഉടനെ, അതായത് പുളിച്ച ഉടനെയുള്ളൊരു തൈര്, അതിനങ്ങനെ പ്രത്യേകിച്ചൊരു മധുരമാണോ പുളിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അത് അത്ര നല്ലതായിട്ട് പറയുന്നില്ല, ത്രിദോഷങ്ങളെ എല്ലാം വർദ്ധിപ്പിക്കും. പക്ഷെ കൂടെ തന്നെ ഈ മലമൂത്രങ്ങളെയൊക്കെ ധാരാളമാക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഈ മൂത്രം കുറവുള്ള ആൾക്കാർക്ക്, അതായത് ഡിസൂറിയ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ തൈര് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ആരും അങ്ങനെ കഴിക്കരുത്, ഒരു വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ പറ്റും, പക്ഷെ അത് കൂടുതലും അത്ര നല്ലതല്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് നമ്മൾ ഈ ലസ്സി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് എത്തുന്ന ഒരു മധുരമുള്ള എന്നാൽ ഭയങ്കര കട്ടിയുള്ള ഒരു തൈര്, കട്ട തൈര് എന്ന് പറയില്ലേ, ആ തൈരാണ് അത്. ശരിക്കും അതിന് ഭയങ്കര ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാണ്, അതുകൊണ്ട് കഫവർദ്ധകമായിരിക്കും എപ്പോഴും. അപ്പോൾ ഈ റെസ്പിറേറ്ററി ഡിസീസസിലൊന്നും അത്ര നല്ലതായിരിക്കില്ല. പക്ഷെ അതിന് ഒരു വാജീകരണ സ്വഭാവം പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സ്പേമിൻ്റെ കണ്ടീഷൻസ് ഒക്കെ കുറവുള്ള ആൾക്കാർക്ക്, അതായത് വാജീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൽ ഹെൽത്ത് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് എടുക്കാം. അത് മാത്രമല്ല, പക്ഷെ അതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് കട്ടിത്തൈരിൻ്റെ ഒരു ഗുണം പറയുന്നത്. പിന്നെ അത് ഫാറ്റിയാണ്, ശരിക്കും തടിക്കും, എപ്പോഴും തടിക്കുന്ന ടൈപ്പ് തന്നെയാണ്. പിന്നെ കുറച്ച് പുളിയുള്ളൊരു ടൈപ്പ് വേറെ പറയുന്നുണ്ട്. ഇതിനൊക്കെ വേറെ പേരുകളുണ്ട് സാൻസ്ക്രിറ്റിൽ. അപ്പോൾ കുറച്ച് പുളിയുള്ള തൈരിൽ എപ്പോഴും അത് ഡൈജഷനെ കൂട്ടും, വെയിറ്റും കൂട്ടും, സ്ട്രെങ്ത്തും കൂട്ടും. പുളി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നൊരു തൈരുണ്ട്, അതൊക്കെ ഡൈജഷനെ കൂട്ടും. പക്ഷേ ഈ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇൻറ്റേർണൽ ബ്ലീഡിങ്ങോ എക്സ്റ്റേണൽ ബ്ലീഡിങ്ങോ, അതായത് നമ്മളെ പൈൽസൊക്കെ പോലെയുള്ള ഡിസീസ് ഉണ്ടാവും. പിന്നെ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്കൊന്നും ഈ തൈര് പറ്റില്ല, ഈ പുളിയുള്ള തൈര് പറ്റില്ല. ബ്ലീഡിംഗ് എല്ലാം ഇൻക്രീസ് ചെയ്യിക്കും. ഇതാണെങ്കിൽ ത്രിദോഷങ്ങളെയും കൂട്ടുന്നതാണ്, വാതം പിത്ത കഫം മൂന്നിനെയും ഇൻക്രീസ് ചെയ്യിക്കുന്നതാണ് ഈ ഒരു തൈര്. പിന്നെ കുറേ ദിവസമായിട്ട് ഭയങ്കര പുളിച്ച തൈരുണ്ടാവും, ഭയങ്കര കട്ടിപ്പുളിയുള്ള തൈരുണ്ടാവും. അതാണെങ്കിൽ നമ്മൾ ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആ പുളിയുള്ള തൈര് എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചുട്ടുനീറ്റൽ കൂട്ടും. പിന്നെ ഈ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിഭീകരമായിട്ട് അത് കൂടും, ബ്ലോട്ടിങ് വരും, പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. അത് നമ്മളാരും ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന സാധനമല്ല. എന്നിരുന്നാലും ഈ തൈര് എന്ന് പറയുന്ന സാധനം നമുക്ക് ഭയങ്കരമായിട്ട് ഉപേക്ഷിക്കാനും പറ്റുന്ന ഒരു സാധനമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ബാക്ടീരിയകൾ റിച്ചാണ്. അത് കൂടാതെ തന്നെ വൈറ്റമിൻ B12 നമ്മൾക്കത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടില്ല. ഫുഡ് എക്സ്ട്രാ സപ്ലിമെൻ്റ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും. വൈറ്റമിൻ B12 ൻ്റെ അഭാവം കാരണം നെർവസ് ഡിസീസസ് ഒക്കെ വരാറുണ്ട്. അപ്പം അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ തൈര്, ഏറ്റവും പുളിച്ച തൈരല്ല, അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു തൈര് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതിൻ്റെ ഗുണങ്ങൾ പറയുന്നത്
ഈ രസഗുണ വീര്യ വിഭാഗത്തിൽ പറയുന്ന സാധനം, ഇതിൻ്റെ രസം അമ്ളം എന്നാണ്. പൊതുവേ ഉള്ള തൈരിനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ എടുത്ത കാറ്റഗറി ആയിട്ടല്ല, മൊത്തത്തിലാണ് പറയുന്നത്. നമ്മളിപ്പോൾ നാട്ടിൽ തൈര് എന്ന് പറയുമ്പോൾ പറയുന്ന ഒരു സാധനം കോമൺ ആയിട്ട്, സെപ്പറേറ്റ് സെപ്പറേറ്റ് വേറെ പറയുന്നുണ്ട്. അല്ലാണ്ട് പറയണത് രസം അമ്ലമാണ്, ഗുണം ഗ്രാഹി ഗുരു. ഗ്രാഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലത്തെയും മൂത്രത്തെയും ധാരാളമായിട്ട് മലത്തെ പിടിപ്പിക്കുന്നത് എന്നാണ് ശരിക്കും അതിൻ്റെ ഡയറക്റ്റ് മീനിങ് വരുന്നത്. അത് മലത്തെയും മൂത്രത്തെയും ധാരാളമായിട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കനം കൂടിയത് എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ വീര്യം എന്ന് പറയുന്നത്, അതായത് ഇത് ദഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൊട്ടൻസി ഉഷ്ണമാണ്. നേരത്തെ പറയുന്നത് കേട്ടു, ജോസഫ് ജിൻസൺ എന്ന് പറഞ്ഞ ആൾ പറയുന്നത് കേട്ടു തൈര് തണുപ്പാണ് എന്ന്. അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. തൈര് ഉഷ്ണവീര്യമാണ്, ചൂടാണ്. നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ചൂടാണ്. കോൾഡ് ഇൻ ടച്ച് ആയിരിക്കാം മേ ബി, പക്ഷേ ഉള്ളിലെത്തുമ്പോഴേക്ക് അതിൻ്റെ നേച്ചർ കംപ്ലീറ്റ്ലി ഉൾട്ടായി, അത് ഉഷ്ണമാണ്. വിഭാഗം വരുന്നത് അമ്ലമാണ്. ഈ അമ്ല വിഭാഗം വരുന്ന സാധനങ്ങളൊക്കെ പൊതുവേ ചൂട് തന്നെയാണ് അധികവും വരാറുള്ളത്. ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്, എല്ലാ ഡ്രഗും ഒരുപോലെയല്ല. അപ്പോൾ ഇത് ഉഷ്ണവീര്യമാണ്. പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആയുർവേദത്തിൽ. തൈര് കഴിക്കേണ്ട രീതിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ തൈരിനെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എപ്പോഴും പറയുന്ന സാധനം ബട്ടർ മിൽക്കാണ്, അതായത് മോര് തന്നെയാണ്. അപ്പോൾ അതല്ലാണ്ട് തന്നെ കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. തൈര് യൂസ് ചെയ്യുമ്പോൾ വേണ്ട കുറേ കണ്ടീഷൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മിക്കവാറും എല്ലാ ആചാര്യന്മാരും എടുത്തു പറയുന്ന കാര്യം തന്നെയാണത്. ഇപ്പോൾ തൈര് കഴിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഉപ്പിന് പകരം പഞ്ചസാരയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. മിക്കവാറും ഗ്രന്ഥങ്ങളിലൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെയും കുറേ കണ്ടീഷൻസ് പറയുന്നത്, ഈ തൈര് രാത്രി കൂട്ടാനേ പാടില്ല, ചൂടാക്കി കൂട്ടരുത്, പിന്നെ ചൂട് കാലത്ത് കഴിക്കരുത്, പിന്നെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ, കഫം ഉള്ളപ്പോൾ അവരൊന്നും കഴിക്കാൻ പാടില്ല, എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് ശരീരത്തിലുള്ള ആൾക്കാർ അവരും തൈര് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇൻ കേസ് രാത്രി തൈര് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കുള്ള നിർദ്ദേശം കൂടി പറയുന്നുണ്ട്. നമ്മൾ നെല്ലിക്ക കൂട്ടി അല്പം പഞ്ചസാരയും കൂട്ടിയിട്ട് വേണം തൈര് യൂസ് ചെയ്യുക എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ തൈരിന് ഒരുപാട് സൈഡ് എഫക്റ്റുകളും കൂടി ആചാര്യന്മാർ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നുണ്ട്. അതായത് സ്കിൻ ഡിസീസസ് ആണ് പ്രധാനമായിട്ട് പറയുന്നത് തൈരിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് വിസർപ്പം എന്ന് പറയും. വിസർപ്പം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്കിൻ ഡിസീസ് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. വിസർപ്പം ഒരു വലിയ വാസ്റ്റ് കണ്ടീഷനാണ്. പക്ഷെ നമുക്ക് കൊളോക്കിയലി നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ സ്കിൻ ഡിസീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് മാത്രം വരുത്താം. അത് വിസർപ്പം പറയുന്നുണ്ട്. പിന്നെ റെസ്പിറേറ്ററി ഡിസീസസ്, അതായത് നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇൻക്രീസ് ചെയ്യും എന്നുള്ളതും പറയുന്നുണ്ട്. ഇത്രയൊക്കെ ക്വാളിറ്റീസ് പറയുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് റെസ്ട്രിക്ഷൻസ് നമ്മൾ തൈരിൻ്റെ കാര്യത്തിൽ ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എപ്പോഴും ഈ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്നും കൂടി തൈരിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സെനാറിയോയിൽ എല്ലാവരും, ഇപ്പോൾ ഞാൻ പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ തൈരിൻ്റെ കാര്യം പറയുമ്പോൾ അവർ പറയും നമ്മൾ ബിരിയാണിയുടെ ഒക്കെ കൂടെ തൈരാണല്ലോ കിട്ടാറ്, എനിക്കിതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ എന്നെല്ലാം പറയും. ഇപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ കൂട്ടുമ്പോഴേക്ക് പ്രശ്നം ഉണ്ടാവുന്നതല്ല. ഈ വിരുദ്ധാഹാരങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ 1-2 ദിവസം കൂട്ടുമ്പോഴേക്ക് പ്രശ്നം ഉണ്ടാവുന്നതല്ല. അത് കാലങ്ങളായിട്ട് അതേ തെറ്റിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ പൊതുവെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആയിട്ടും സ്കിൻ ഡിസീസസ് ആയിട്ടുമാണ് വിരുദ്ധാഹാരത്തിൻ്റെ പ്രശ്നങ്ങൾ പൊതുവെ കാണപ്പെടുന്നത്. അല്ലാത്തയും കുറേ കണ്ടീഷൻസ് ഉണ്ട്, പക്ഷെ പൊതുവെ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. പിന്നെ ആയുർവേദ പ്രകാരം തൈരിൻ്റെ കൂടെ എപ്പോഴും പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര കൂട്ടിയിട്ടാണ് ഗുഡായിട്ട് പറയുന്നത്, കൂടെ നെല്ലിക്കയും. ഇത്രയും സാധനങ്ങളാണ് തൈരിന് എപ്പോഴും ഒരു പോസിറ്റീവ് വേ കൊടുക്കുന്നത്. ഇത്രയാണ് പറയുന്നത്. പക്ഷേ ഇവർ ചോദിച്ചത് ശരിക്കും ഈ സാലഡിനെ കുറിച്ചായിരുന്നു. അത് ഞാൻ ആദ്യം പറഞ്ഞു, അതിനെക്കുറിച്ച് സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല എന്നുള്ളത് കേട്ടോ.